സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. 4-ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഫസ്റ്റ് ടൈം എക്സാം റിവിഷൻ ഇന്ന് നമ്മൾ EVS ആണ് കേട്ടോ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ടാപ്പ് റൂട്ട് സിസ്റ്റം ആൻഡ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. തായ്വേര് പടലവും നാരുവേര് പടലവും. എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? തായ്വേര് പടലം, ടാപ്പ് റൂട്ട് സിസ്റ്റം. ആൻഡ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നാരുവേര് പടലം. ഓക്കെ, ഇവിടെ കണ്ടോ, ബോയ് ഉണ്ട്, ഒരു ഗേൾ ഉണ്ട് അല്ലേ? അവരുടെ കയ്യിൽ ഓരോ പ്ലാന്റും ഉണ്ട്. ആ പ്ലാന്റ് രണ്ടിനും റൂട്ട് ഒരുപോലെയാണോ? റൂട്ട് എന്ന് പറഞ്ഞാൽ വേര്. വേര് റൂട്ട് ഒരുപോലെയാണോ? അല്ല അല്ലേ? രണ്ട് റൂട്ടും ഒരുപോലെയല്ല. നോക്കി, ഈ പെൺകുട്ടിയുടെ കയ്യിലിരിക്കുന്ന ചെടിയുടെ റൂട്ട് ഏതാണ്? ദാ ഇതാണ്. കണ്ടോ? ആൺകുട്ടിയുടെ കയ്യിലിരിക്കുന്ന ചെടിയുടെ റൂട്ട് ഏതാണ്? ഈ കാണുന്ന റൂട്ടാണ്. മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഇതുപോലെ കാണുന്ന ഇതെന്താണെന്ന് ടീച്ചർ പറഞ്ഞു തരാം. അതിനു മുൻപ് ഈ രീതിയിൽ കാണുന്ന റൂട്ടിനെയാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ചിത്രം തന്നിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് ചോദിക്കും. അപ്പോൾ ഇത് ഏത് റൂട്ടാണ്? ടാപ്പ് റൂട്ട് സിസ്റ്റം, തായ്വേര് പടലം. ഇത് ഏത് റൂട്ടാണ്? ടാപ്പ് റൂട്ട് സിസ്റ്റം. ഇവിടെ ഒരുപോലെ താഴേക്ക് എല്ലാം മുടി പോലെ, കണ്ടോ? മുടി പോലെ കാണുന്നു. ഇതേതാണ്? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഇതേതാ? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, നാരുവേര് പടലം. ഇത് ടാപ്പ് റൂട്ട് സിസ്റ്റം, തായ്വേര് പടലം. ഈ കാണുന്നത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, നാരുവേര് പടലം. ഇനി എന്താണ് തായ്വേര് പടലം, ടാപ്പ് റൂട്ട് സിസ്റ്റം? എന്താണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം? എന്താണ് നാരുവേര് പടലം എന്ന് നമുക്ക് പഠിക്കാം. ടാപ്പ് റൂട്ട് സിസ്റ്റം, തായ്വേര് പടലം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന്, കാണ്ഡം എന്ന് പറഞ്ഞാൽ തണ്ട്, കാണ്ഡം തണ്ട്, തണ്ടിന്റെ ചുവട്ടിൽ നിന്ന് എഴുതിയാലും ശരിയാണ്, കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് എഴുതിയാൽ ശരിയാണ്. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരുപടലം. എന്താണ്? കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന്, തണ്ടിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്നും വളരുന്ന ശാഖാവേരും, കാണ്ഡത്തിൽ നിന്നും താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന്, തായ്വേരിൽ നിന്നും വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരുപടലം. മനസ്സിലായല്ലോ? കാണ്ഡത്തിന്റെ, തണ്ടിന്റെ ചുവട്ടിൽ നിന്ന്
താഴോട്ട് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് ഈ തായ് വേരിൽ നിന്ന് വളരുന്ന ശാഖ പോലെ ബ്രാഞ്ച് പോലെ തായ് ശാഖാവേരും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ് വേരുപടലം. തെറ്റില്ലല്ലോ. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് എങ്ങനെ പഠിക്കാം? ദ ടാപ്പ് റൂട്ട് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ്, ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൽ എന്താണുള്ളത്? ദ ലാർജർ ടാപ്പ് റൂട്ട്, ഒരു വലിയ ടാപ്പ് റൂട്ട് ഉണ്ടാവും. കണ്ടോ, ഒരു വലിയ തായ് വേര്, ഒരു വലിയ ടാപ്പ് റൂട്ട് ഉണ്ടാവും, ലാർജർ ടാപ്പ് റൂട്ട് ഉണ്ടാവും. ആൻഡ് ദ സ്മോളർ ബ്രാഞ്ചസ്, അതിനെന്തും ഉണ്ടാവും? ചെറിയ ശാഖകളും ഉണ്ടാവും. ലാർജർ ടാപ്പ് റൂട്ട് ആൻഡ് ദ സ്മോളർ ബ്രാഞ്ചസ്. ലാർജർ ആയിട്ട് എന്താണ്? ടാപ്പ് റൂട്ട്, ലാർജർ ടാപ്പ് റൂട്ട്. സ്മോളർ ആയിട്ട് എന്താണ്? സ്മോളർ ബ്രാഞ്ചസ്. ഗ്രോയിങ് ഫ്രം ഇറ്റ്, അതിൽ നിന്ന് വളരുന്ന, ഈ തായ് വേരിൽ നിന്ന്, ലാർജർ റാപ്പ് റൂട്ടിൽ നിന്ന് വളരുന്ന സ്മോളർ ബ്രാഞ്ചസ് ഗ്രോയിങ് ഫ്രം ഇറ്റ്. അതാണ് ദ ടാപ്പ് റൂട്ട് സിസ്റ്റം. ദ ടാപ്പ് റൂട്ട് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ദ, എന്താണ്? ദ ടാപ്പ് റൂട്ട് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ദ ലാർജർ ടാപ്പ് റൂട്ട് ആൻഡ് ദ സ്മോളർ ബ്രാഞ്ചസ് ഗ്രോയിങ് ഫ്രം ഇറ്റ്. ഇറ്റ്സ് കോൾഡ് ടാപ്പ് റൂട്ട് സിസ്റ്റം. തായ് വേര് പടലം പഠിച്ചല്ലോ, സംശയമില്ലല്ലോ. യെസ്. ഇനി നമുക്ക് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, നാരുവേര് പടലം എന്താണെന്ന് നോക്കാവേ. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, നാരുവേര് പടലം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന്, ഇത് കാണ്ഡം, തണ്ട്, ചുവട്ടിൽ നിന്ന് ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലം. ഒരേപോലെയുള്ള ധാരാളം വേരുകൾ, കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന ഒരേപോലെയുള്ള ധാരാളം വേരുകൾ. കണ്ടോ, ഒരേപോലെ ഒത്തിരിയുണ്ട്, ഒരേപോലെ ധാരാളം വേരുകൾ ചേർന്ന് വേരുപടലാവും. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ. അപ്പോൾ ഒരു വേരുപടലം ഒത്തിരിയായി. അപ്പോൾ കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേര് പടലം. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ദ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഇൻക്ലൂഡ്സ് എന്താ? എ ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട്സ്, ഒരേപോലെയുള്ള. എ ക്ലസ്റ്റർ ഓഫ്, അതൊരു കൂട്ടം, ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട്സ് ഗ്രോയിങ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം, സ്റ്റെമ്മിന്റെ ബേസിൽ നിന്ന് വളരുന്ന. മറ്റത് ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൽ നിന്നാണ് സ്മോളർ ബ്രാഞ്ച് വളരുന്നതാണ് തായ് വേര് പടലം. ഇത് കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് ഒരുപോലെ വളരുന്നത്. ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട്സ് ഗ്രോയിങ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട്സ്, ഒരേപോലെയുള്ള ധാരാളം വേരുകൾ. ഗ്രോയിങ് ഫ്രം, എവിടെ നിന്നാ വളരുന്നേ? ദ ബേസ് ഓഫ് ദ സ്റ്റെം, സ്റ്റെമ്മിന്റെ അടിയിൽ നിന്ന്, സ്റ്റെമ്മിന്റെ ചുവട്ടിൽ നിന്ന്, തണ്ടിന്റെ ചുവട്ടിൽ നിന്ന്. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട്സ് ഗ്രോയിങ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട്സ് ഗ്രോയിങ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം ഈസ് കോൾഡ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് ഒരുപോലെ ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേര് പടലം. അപ്പോൾ എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം? തായ് വേര് പടലം. എന്താണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം? നാരുവേര് പടലം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ചോദിക്കുക ഇത് തമ്മിലുള്ള വ്യത്യാസം എഴുതാനായിരിക്കും. ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും ടാപ്പ് റൂട്ട് സിസ്റ്റവും തമ്മിലുള്ള സവിശേഷതകൾ എഴുതാനായിരിക്കും. എങ്ങനെ എഴുതാം? ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് എന്തുണ്ടാവും? ടാപ്പ് റൂട്ട് ഉണ്ടാവും അല്ലേ, ഒരു റൂട്ട് ഉണ്ടാവും. അതിൽ നിന്ന് സ്മോളർ ബ്രാഞ്ചസ് അതിൽ നിന്ന് വളരും. കൺസിസ്റ്റ് ഓഫ് എ ലാർജർ റൂട്ട് ആൻഡ് സ്മോളർ ബ്രാഞ്ചസ് ഗ്രോയിങ് ഫ്രം ഇറ്റ്. വലിപ്പമുള്ള ഒരു പ്രധാന വേരും അതിൽ നിന്ന് പുറപ്പെടുന്ന ശാഖാവേരും ചേർന്നതാണ്. ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിലോ എ ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട്സ് ഗ്രോയിങ് ഫ്രം ദ ബേസ്. ആ ബേസിൽ നിന്ന്, സ്റ്റെമ്മിന്റെ ബേസിൽ നിന്ന് ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട്സ് വളരുന്നതാണ് നാരുവേര് പടലം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഇനി നമുക്ക് എന്ത് എഴുതാം? All the roots are not growing from the stem. തായ് വേര് പടലം, ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൽ എല്ലാ വേരുകളും സ്റ്റെമ്മിൽ നിന്നല്ല അല്ലേ വളരുന്നത്. All the roots are not growing from the stem. എല്ലാ വേരുകളും കാണ്ഡത്തിൽ നിന്നല്ല ഉണ്ടാകുന്നത്, പുറപ്പെടുന്നത്. All the roots are not growing from the stem. ഇവിടെ എന്ത് എഴുതാം? All the roots are growing from the stem. ഇവിടെ എല്ലാ വേരും സ്റ്റെമ്മിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇവിടെയോ എല്ലാ വേരും സ്റ്റെമ്മിൽ നിന്നല്ല ഉണ്ടാകുന്നത്. All the roots are not growing from the stem. All the roots are growing from the stem. അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ? ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത പ്രത്യേകത എന്താണ്? തായ് വേര് പടലത്തിൽ മണ്ണിന്റെ ആഴത്തിലേക്ക് പോകുന്നു. ഗ്രോസ് മോർ ഡീപ്ലി.
മണ്ണിൽ ആഴ്ന്നിറങ്ങുകയാണ്, എൻ്റെ വേര് മണ്ണിൽ ആഴ്ന്നിറങ്ങും. ഗ്രോസ് മോർ ഡീപ്ലി. എന്നാൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിലോ റൂട്ട്സ് സ്പ്രെഡ് ഓവർ ദ സോയിൽ. പുറത്ത് തന്നെ മണ്ണിൽ എന്ത് ചെയ്യും? അധികം ആഴത്തിൽ പോകാതെ പുറത്തേക്ക് തന്നെ നമ്മുടെ റൂട്ട്സ് സ്പ്രെഡായി കിടക്കും. അതാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിൽ. ടാപ്പ് റൂട്ട് സിസ്റ്റത്തിലാണെങ്കിൽ മണ്ണിൽ ആഴ്ന്നിറങ്ങും, റൂട്ട്സ് മണ്ണിൽ ആഴ്ന്നിറങ്ങും. റൂട്ട്സ് ഗ്രോസ് മോർ ഡീപ്ലി. ഇവിടെയാണെങ്കിലോ ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിലാണെങ്കിലോ നാരുവേര് പഠനത്തിലാണെങ്കിലോ റൂട്ട്സ് സ്പ്രെഡ് ഓവർ ദ സോയിൽ. ഓക്കെ, എക്സാമ്പിൾ ഏതൊക്കെയാ? സീനിൻ മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ഹിബിസ്കസ്, റോസ്, ചില്ലി പ്ലാന്റ്, ടൊമാറ്റോ പ്ലാന്റ്. ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ഇവിടെ എന്തിലൊക്കെയാണ് കാണുന്നേ? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം സീനിൻ പേഡി, നെല്ല്. അടുത്തുണ്ട് പാം ട്രീയിലുണ്ട്, കോക്കനട്ട് ട്രീയിലുണ്ട്. ഇതിലൊക്കെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം നാരുവേര് പടലം കാണാനായിട്ട് കഴിയും. മനസ്സിലായില്ലേ? പഠിച്ചില്ലേ? ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം നല്ലതുപോലെ മനസ്സിലായല്ലോ. ഓക്കെ. അഡാപ്റ്റേഷൻ, അനുകൂലനം. അനുകൂലനത്തിൽ നിന്ന് ചോദിക്കാവുന്ന 2 ചോദ്യങ്ങൾ ടീച്ചർ പറഞ്ഞു തരാം. അതിനു മുൻപ് എന്താണ് അനുകൂലനം, എന്താണ് അഡാപ്റ്റേഷൻ എന്ന് നമുക്ക് പഠിക്കണം. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഏതൊരു ജീവിക്കും അതെവിടെയാണോ ജീവിക്കുന്നത്, മരുഭൂമിയിലാണെങ്കിൽ അവിടെ ജീവിക്കുന്നതിന് പറ്റിയിട്ടുള്ള അനുകൂലന സാഹചര്യങ്ങൾ ഉണ്ടാകും, സവിശേഷതകൾ ഉണ്ടാകും. വെള്ളത്തിൽ ജീവിക്കുന്നതാണെങ്കിൽ അതിന് പറ്റിയ സവിശേഷതകളായിരിക്കും. വെള്ളത്തിലും കരയിലുമാണെങ്കിൽ അതിന് പറ്റിയ സവിശേഷതകൾ ആ ജീവികൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഇതിനെ അനുകൂലനം എന്ന് പറയുന്നു. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത്, ഒരു ജീവി അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ വേണ്ടി സഹായിക്കുന്ന കുറച്ച് സവിശേഷതകളുണ്ട്. അതിനെയാണ് അനുകൂലനം എന്ന് പറയുന്നത്. An organism has certain peculiarities that help it to live in its dwelling place. This is called adaptation. An organism has certain peculiarities. ഒരു ഓർഗാനിസത്തിന്, ഒരു ജീവിക്ക് കുറച്ച് എന്തുണ്ടായിരിക്കും? പെക്യുലിയാരിറ്റീസ്, സവിശേഷതകൾ ഉണ്ടായിരിക്കും. ദാറ്റ് ഹെൽപ്പ്, സഹായിക്കുന്ന, ഇറ്റ് ടു ലീവ്, ജീവിക്കാൻ സഹായിക്കുന്ന, ഹെൽപ്പ് ഇറ്റ് ടു ലീവ്, ജീവിക്കാൻ സഹായിക്കുന്ന, ഇൻ ഇറ്റ്സ് ഡ്വെല്ലിംഗ് പ്ലേസ്, അതിൻ്റെ വാസസ്ഥലത്ത്. അപ്പോൾ certain peculiarities that help it to live in its dwelling place. An organism has, ഓർഗാനിസത്തിന്, ഏതൊരു ജീവിക്കും എന്താ, ഒരു ജീവിക്ക് certain peculiarities, ചില സവിശേഷതകൾ ഉണ്ടായിരിക്കും. എന്താണ് പെക്യുലാരിറ്റീസ്? സവിശേഷതകൾ. that help, അത് സഹായിക്കും. it to live, അതിന് ജീവിക്കാൻ. in its dwelling place, അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കും. അപ്പോൾ ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഈ സവിശേഷതകളാണ് അനുകൂലനം. ദിസ് ഈസ് കോൾഡ് അഡാപ്റ്റേഷൻ. ഓക്കെ, അഡാപ്റ്റേഷൻ മനസ്സിലായല്ലോ. ആൻ ഓർഗാനിസം ഹാസ് certain peculiarities that help it to live in its dwelling place. This is called adaptation. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. അതാണ് അനുകൂലനം. അനുകൂലനം, അഡാപ്റ്റേഷൻ മനസ്സിലായല്ലോ. ഇനി ഇതിൽ നിന്നും ചോദിക്കാവുന്ന ഒരു ചോദ്യം, അഡാപ്റ്റേഷൻസ് ഓഫ് വാട്ടർ ലില്ലി ആൻഡ് ലോട്ടസ് ടു ലീവ് ഇൻ വാട്ടർ. ആമ്പൽ, താമര, ഈ ജലത്തിൽ വളരുന്ന സസ്യങ്ങൾ അറിയാലോ. ജലത്തിൽ വളരാനുള്ള ഈ സസ്യങ്ങളുടെ അനുകൂല സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ആമ്പൽ, താമര തുടങ്ങിയ സസ്യങ്ങൾക്ക് ജലത്തിൽ വളരാനുള്ള അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ആ സവിശേഷതകൾ എന്തൊക്കെയാണ്? പെക്യുലാരിറ്റീസ് എന്താണ് അവിടുത്തെ? ഈ ആമ്പൽ, താമര ഇവയ്ക്ക് വെള്ളത്തിൽ താമസിക്കാൻ, വെള്ളത്തിൽ വളരാനുള്ള ആ ഒരു അഡാപ്റ്റേഷൻ, ആ അനുകൂലന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, പ്ലെന്റി ഓഫ് എയർ സ്പേസ്. പ്ലെന്റി ഓഫ് എയർ സ്പേസ്, ധാരാളം വായു അറകൾ. പ്ലെന്റി ഓഫ്, ധാരാളം, എയർ സ്പേസ്, വായു അറകൾ. പ്ലെന്റി ഓഫ് എയർ സ്പേസ്, ധാരാളം വായു അറകൾ ആർ പ്രസന്റ് ഇൻ ദ ലീഫ് സ്റ്റോക്ക്. ഇലയുടെ ഞെട്ടുണ്ടല്ലോ, താഴോട്ടുള്ള ഞെട്ടുണ്ടല്ലോ, അതെ,
ഈ ഇലഞ്ഞെട്ടില് ധാരാളം എയർ സ്പേസ് ഉണ്ട്. പ്ലെന്റി ഓഫ് എയർ സ്പേസ് ആർ പ്രസന്റ് ഇൻ ദ ലീഫ് സ്റ്റോക്ക്. ഇലഞ്ഞെട്ടില് ധാരാളം എയർ സ്പേസ് ഉണ്ട്, വായു അറകളുണ്ട്. പ്ലെന്റി ഓഫ് എയർ സ്പേസ് ആർ പ്രസന്റ് ഇൻ ദ ലീഫ് സ്റ്റോക്ക്. പ്ലെന്റി ഓഫ് എയർ സ്പേസ്, ധാരാളം വായു അറകളുണ്ട്. എവിടെയാ? ആർ പ്രസന്റ്, എവിടെയാണുള്ളത്? ഇൻ ദ ലീഫ് സ്റ്റോക്ക്, ഇലഞ്ഞെട്ടിൽ ധാരാളം വായു അറകളുണ്ട്. രണ്ടാമത്തെ കാര്യം, ലോങ് ലീഫ് സ്റ്റോക്സ് ഹെൽപ്പ് ദ ലീവ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ. ഇലഞ്ഞെട്ടിന് നീളം കൂടുതലാണല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇലകളെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ സഹായിക്കുന്നു. ലോങ് ലീവ് സ്റ്റോക്ക്, നീളത്തിലുള്ള ഇലഞ്ഞെട്ടുകൾ സഹായിക്കുന്നു. എന്തിനാ? ലീവ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ, വെള്ളത്തിൽ പൊങ്ങി നിൽക്കാൻ, വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ, ഉയർന്നു നിൽക്കാൻ ഇലകളെ സഹായിക്കുന്നത് ആരാ? ലോങ് ലീവ് സ്റ്റോക്കാണ്. നീളമുള്ള ഇലഞ്ഞെട്ടുകൾ സഹായിക്കുന്നു. ലീവ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ, വെള്ളത്തിന് മുകളിൽ ഇലകളെ ഇങ്ങനെ ഒഴുകി, ഇങ്ങനെ ഫ്ലോട്ട്, ഇങ്ങനെ ഒഴുകി നടക്കാതെ ഉയർന്ന് പൊങ്ങി നിൽക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, ലീവ് സ്റ്റോക്കിൽ എന്തുണ്ട്? പ്ലെന്റി ഓഫ് എയർ സ്പേസ്, ധാരാളം വായു അറകളുണ്ട്. രണ്ടാമത് എന്ത് പറഞ്ഞു? ഈ ലോങ് ലീവ് സ്റ്റോക്ക് എന്തിനു സഹായിക്കുന്നു? ലീവ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ, വെള്ളത്തിന് മുകളിൽ പൊങ്ങി നിൽക്കാൻ ഈ ലോങ് ലീവ് സ്റ്റോക്ക് സഹായിക്കുന്നു. മനസ്സിലായല്ലോ? മൂന്നാമത്തെ കാര്യം, leaves are seen above the water so as to get sunlight. Leaves are seen above the water. വെള്ളത്തിന് മുകളിലാണ് ഇലകൾ കാണപ്പെടുന്നത്, അതുകൊണ്ട് ഇലകൾക്ക് എന്ത് കിട്ടും? സൺലൈറ്റ്, സൂര്യപ്രകാശം കിട്ടും. സൂര്യപ്രകാശം മുഖേനയാണ് ഇലകൾ എന്തുണ്ടാക്കുന്നത്? ഫുഡ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ലീവ്സ് ആർ സീൻ അബവ് ദ വാട്ടർ. ലീവ്സ് ആർ സീൻ അബവ് ദ വാട്ടർ, വെള്ളത്തിന് മുകളിലാണ് ഇലകൾ കാണപ്പെടുന്നത്. സോ ആസ് ടു ഗെറ്റ് സൺലൈറ്റ്, സൂര്യപ്രകാശം കിട്ടത്തക്ക വിധം ഇല ജലപ്പരപ്പിൽ പൊന്തിക്കിടക്കുന്നു. സൂര്യപ്രകാശം കിട്ടത്തക്ക വിധം ഇല ജലപ്പരപ്പിൽ പൊന്തിക്കിടക്കുന്നു. ഓക്കെ, 3 കാര്യങ്ങൾ മനസ്സിലായല്ലോ. നാലാമത്തെ കാര്യം, ഫ്ലവേഴ്സ് ആർ ഓൾസോ സീൻ അബവ് വാട്ടർ. പൂക്കൾ കാണുന്നത് എവിടെയാണ്? വെള്ളത്തിന് മുകളിലാണ്. ഫ്ലവേഴ്സ് ആർ ഓൾസോ സീൻ, പൂക്കളും കാണുന്നത് അബവ് വാട്ടർ, വെള്ളത്തിന് മുകളിലാണ്. അപ്പോൾ ആമ്പൽ, താമര തുടങ്ങിയ സസ്യങ്ങൾക്ക് വെള്ളത്തിൽ, ജലത്തിൽ വളരാനുള്ള അനുകൂല സാഹചര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ലീവ് സ്റ്റോക്കിൽ എന്തുണ്ട്? ഇലഞ്ഞെട്ടിൽ എന്തുണ്ട്? പ്ലെന്റി ഓഫ് എയർ സ്പേസ്, ധാരാളം വായു അറകളുണ്ട്. രണ്ടാമത് നമ്മൾ എന്ത് പഠിച്ചു? ലോങ് ലീവ് സ്റ്റോക്കാണ്, നീളമുള്ള എന്താ? ഇലഞ്ഞെട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇല വെള്ളത്തിന് മുകളിൽ ആണ്, പൊന്തിക്കിടക്കുവാണ് അല്ലേ. മൂന്നാമത് നമ്മൾ എന്ത് പഠിച്ചു? ലീവ്സ് ആർ സീൻ, ഇലകൾ കാണുന്നത് എവിടെയാണ്? അബവ് ദ വാട്ടർ, വെള്ളത്തിന് മുകളിലാണ്. സോ ആസ് ടു ഗെറ്റ് സൺലൈറ്റ്, സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാണ് ഈ ലീവ്സ് വെള്ളത്തിന് മുകളിൽ ഉയർന്നു കിടക്കുന്നത്. ഓക്കെ, നാലാമത് നമ്മൾ പഠിച്ചു ഫ്ലവേഴ്സ് ആർ ഓൾസോ സീൻ അബവ് വാട്ടർ, പൂക്കൾ കാണുന്നതും വെള്ളത്തിന് മുകളിലാണ്. ഓക്കെ, മറ്റൊരു ചോദ്യം ചോദിക്കാവുന്നത്, ടോട്ടോയ്സ് ക്യാൻ ലീവ് ഇൻ വാട്ടർ. ആമ വെള്ളത്തിലും ജീവിക്കുന്നു, ആൻഡ് ഓൺ ലാൻഡ്, കരയിലും ജീവിക്കുന്നു. വാട്ട് ആർ ദെയർ അഡാപ്റ്റേഷൻ? കരയിലും വെള്ളത്തിലും ജീവിക്കാൻ ആമയ്ക്കുള്ള അനുകൂല സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എന്താ? സ്ലൈമി ബോഡി, വഴുവഴുപ്പുള്ള ശരീരമാണ്. സ്ലൈമി ബോഡി, വഴുവഴുപ്പുള്ള ശരീരം. സ്ലൈമി ബോഡി, വഴുവഴുപ്പുള്ള ശരീരം. സെക്കൻഡ് വൺ, ഓർ ലൈക്ക് ലെഗ്സ്, തുഴ പോലുള്ള കാലുകൾ. ഓർ ലൈക്ക് ലെഗ്സ്, അപ്പോൾ വെള്ളത്തിൽ അതിന് തുഴയാം, കരയിൽ അതിന് ചാടാം. ഓർ ലൈക്ക് ലെഗ്സ്, തുഴ പോലുള്ള കാലുകൾ. സ്ലൈമി ബോഡി, വഴുവഴുപ്പുള്ള ശരീരം. While resting they may remain under water for several hours. അതിന് മണിക്കൂറുകളോളം വെള്ളത്തിനടിയിൽ താഴ്ന്നിരിക്കാൻ കഴിയും. While resting they may remain under water for several hours. മണിക്കൂറുകൾ വെള്ളത്തിനടിയിൽ താഴ്ന്നിരിക്കാൻ ഈ തവളയ്ക്കും ആമയ്ക്കും കഴിയും. ഓക്കെ, ഇപ്പോൾ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അറിയാലോ. പിന്നെ ഹാർഡായിട്ടുള്ള എന്തുണ്ട്? പുറന്തോടുണ്ട്.
അതും നമുക്ക് എഴുതാം. നിങ്ങൾക്ക് എന്തൊക്കെയാണോ അറിയാവുന്നത് അതൊക്കെ എഴുതാം കേട്ടോ. തവളയാണ് ചാടിപ്പോകുന്നത്, ആമ എന്ത് ചെയ്യുന്നു, നടന്നു പോവുകയാണ് കരയിൽ. അപ്പോൾ അത് ആ കാലുകൾ വെള്ളത്തിൽ അതിന് നീന്താൻ കഴിയും, കരയിൽ അതിന് നടന്നു പോകാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഓരോ ജീവികൾക്കും കരയിലും വെള്ളത്തിലും ജീവിക്കാനുള്ള അനുകൂലനങ്ങൾ, അങ്ങനെ ജീവിക്കുന്ന ജീവികൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അഡാപ്റ്റേഷൻ എന്ന് ചോദിക്കാവുന്ന 2 ചോദ്യങ്ങളും പഠിച്ചു. ഓക്കെ ചിൽഡ്രൻ, ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം, മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്.